ചേട്ടൻ കൃഷ്ണവരം കൊട്ടാരം ഒന്ന് കേട്ടിട്ടുണ്ടോ? കൃഷ്ണവരം കൊട്ടാരം പൊളിച്ചോ? അമ്മ ഇവിടെ ആളില്ലേ? മുതലാളി ഒന്ന് വിളിക്കാം, സ്റ്റാഫ് ഒന്ന് വിളിക്കാം. ഹലോ, ആള് എന്തോ ചേട്ടാ, എന്തോ വേണം? എനിക്കേ ഒരു 3 കട്ടളയും ഒരു കഥവും. 3 കട്ടളയ്ക്ക് ഒരു കഥ മതിയോ? സത്യം പറയാമല്ലോ, എൻ്റെ മൂത്ത പെങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നൊരു മെയിൻ്റെനൻസിന് കിട്ടി. അപ്പോൾ അവർ ഫ്രണ്ടിലോട്ടൊരു ഹാൾ ഇറക്കി. ആ ഹാളിന് വേണ്ടിയാണ് ഈ ഞാൻ സാധനം എടുക്കാൻ വന്നത്. ഇപ്പൊ പുറത്തോട്ട് എത്ര വാതിലേട്ടാ? പുറത്തോട്ട് 2 വാതിൽ. 2 വാതില്. പിന്നെ 2 കഥ ഉണ്ടായോ? അല്ല, നിലവിൽ അവരുടെ പഴയ വീടിൻ്റെ അകത്തൊരു കഥ ഉണ്ട്. അത് തുറന്ന വിളക്കി പുറത്തങ്ങിടാ. തൽക്കാലം ഇപ്പം അകത്ത് കഥ ഇല്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ, കർട്ടനെ കിട്ടാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാ അത് മതി. അകത്ത് കഥ വേണം നിർബന്ധമുണ്ടോ? അതിപ്പം ചേട്ടൻ തീരുമാനിക്കുന്ന പോലല്ലേ. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഒരു കഥ കൊണ്ടുപോകാനല്ലേ പറയത്തുള്ളൂ. അത് നിങ്ങളുടെ ബിസിനസ് അല്ലേ. പിന്നെ ഒരു 2 ജനൽ വേണം. ഈ ജനൽ നോക്കിയേ. അതിൽ ഒരു 2 ജനല്, ഒന്ന് 3 വാഴയുടെ ഒന്ന്, 2 വാഴയുടെ ഒന്ന്, അതിലൊന്ന് എരപ്പാളി. എരപ്പാളിയോ? ഇങ്ങനെ പകുതിയൊക്കെ ഉള്ള അത് അരപ്പാളി. അതന്നെ എരപ്പാളി. അപ്പൊ അത് കാണിച്ചു. ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലേ. ഇതിന്റെയൊക്കെ വില എത്രയാന്ന് പറയണമല്ലോ. ചേട്ടാ അളവ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ അളവ് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടാ വലിയ കട്ടളയ്ക്ക് 5000 രൂപയാവും. നമ്മുടെ അകത്ത് വെക്കുന്നതിന് 3500. അതെ, അകത്തെ കട്ടളയ്ക്ക് എന്തെങ്കിലും കുറയുമോ? കുറയും. അകത്തെ കട്ടളയ്ക്ക് കുറയും, അടിപ്പടി കുറയും. അകത്തെ കട്ടളയ്ക്ക് അടിപ്പടി വേണ്ടല്ലോ. അയ്യോ, അതല്ല, ഈ വിലയിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാനാ. അത് ചേട്ടൻ എടുക്ക്, നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ ഒരു കാര്യം ചെയ്യും. ടോട്ടൽ എത്ര രൂപ ആവുന്നു കൂട്ടിക്കേ? ടോട്ടലോ? ഞാൻ കൂട്ടിയിട്ട് പറയാമേ. എല്ലാം കൂടെ 27500 രൂപ. ഇതിപ്പോ പുതിയ ഉരുപ്പടി വാങ്ങിക്കുന്ന റേറ്റ് ആയല്ലോ. എൻ്റെ ചേട്ടാ, നിങ്ങളൊരു പുതിയ അതോ പണി വാങ്ങിക്കും എന്തുവായാലും ഒരു 8-10 രൂപയാവും. ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ഇതുപോലൊരു പുതിയ കട്ടള പണിയാണെങ്കിൽ എന്തുവായാലും ഒരു 8 രൂപയൊക്കെ ആവും. ഇതിനൊരു 6 രൂപയാവും ചെറുതിന്. നമ്മളിവിടെ ഇതിന് 5ഉം ഇതിന് 3500 രൂപ മേടിക്കും. പഴയ ഉരുപ്പടിയൊക്കെ ആയിട്ട് നല്ലപോലെ വില കുറയെന്ന് വിചാരിച്ചാൽ ഞാൻ ഇങ്ങോട്ട് വന്നു. ചേട്ടാ, ഈ ഉരുപ്പടികളൊക്കെ പഴുകന്തോറും ഡിമാൻഡും വിലയൊക്കെ കൂടുന്നത് കേട്ടിട്ടില്ലേ? ആന്റി കളക്ഷൻ, പുരാവസ്തു. വില കൂടുന്നത് പുരാവസ്തു, ഇത് പഴയ വസ്തു. ചേട്ടൻ നാണ്ട് ഈ ജെല്ലും കട്ടളയും കണ്ടോ? കണ്ടിട്ടുണ്ടോ എവിടെയല്ലോ? ഇല്ല. ചേട്ടൻ കൃഷ്ണവരം കൊട്ടാരം ഒന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കൃഷ്ണവരം കൊട്ടാരം പൊളിച്ചോ? അതിന്റെ കട്ടള കഥ വന്നത്. അല്ല, കൊട്ടാരം പൊളിച്ചില്ല. കൊട്ടാരത്തിനോട് ചേർന്ന് അങ്ങ് തെക്കേ അറ്റത്തൊരു വീടുണ്ട്, വടക്കേടത്തെന്ന് പറയുന്നത്. കൊട്ടാരത്തിനോട് അടുത്തായതുകൊണ്ട് രാജാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിന് പോവല്ലോ. അങ്ങനെ ആ രാജാവിന്റെ പാദസ്പർശമായിട്ട് കട്ടളയത്. കൊട്ടാരത്തിലേക്ക് ആയതുകൊണ്ട് വില കൂടുതൽ വല്ല ഉണ്ടോ? ഇല്ല, വില കൂടുതലൊന്നുമില്ല. നല്ല വില കൂടുതലുണ്ട് കൊട്ടാരത്തിലായതുകൊണ്ടേ. നല്ല ബലം. ബലം. രാജാവിന്റെ പാദസ്പർശമേറ്റ കട്ടള തന്നെ ആയിക്കോട്ടെ. രേഷ്മ മറ്റേ പാർട്ടി പോയോ? പോയി. സാധനം കൊടുത്തോ? കൊടുത്തായിരുന്നു. പാവങ്ങളാ, പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താ കൊടുത്തേ. അത് സാരമില്ല, സംഗതി പോയല്ലോ, അത് മതി. അങ്ങനെ എന്തായാലും കൃഷ്ണവരൻ രാജാവ് പോയി കിട്ടി. രേഷ്മ പിന്നെ നമ്മുടെ ആ തിരുവിതാംകൂർ രാജാവിന്റെ കട്ടള ഗോഡൗണിൽ ഇരിപ്പുണ്ടല്ലോ. തിരുവിതാംകൂറോ? നമ്മൾ ആരെയും പറ്റിക്കാനോ കളിപ്പിക്കാനോ വേണ്ടി ഒന്നുമല്ല. നമ്മൾ ആരോടും അമിതമായിട്ട് പൈസ മേടിക്കുന്നുമില്ല. പിന്നെ ചിലമാർ വന്ന് പഴയതാ കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും. ഇവന്മാരെയൊക്കെ ഒന്ന് പിടിച്ചു നിർത്തണമെങ്കിൽ ഇതല്ല, വേറെ മാർഗ്ഗമൊന്നുമില്ല. ഇവന്മാരും അങ്ങ് പൊങ്ങും, സംഗതി അങ്ങ്. അങ്ങനെ കൃഷ്ണവരൻ രാജാവിനെ ഒരു തരത്തിൽ വണ്ടി കയറ്റി.